ഞാൻ മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷേട്ടൻ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന് തുടക്കത്തിൽ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ പൊതുജന മധ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്ര വലിയ ഒരു ക്രിമിനലിനെയാണ് എന്ന് തോന്നിയിരുന്നു അന്ന്. ഇന്നത്തെ മൂന്നാമത്തെ പരാതി, ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞെട്ടിക്കുന്നതാണ്. എത്ര കല്ലെറിഞ്ഞിട്ടും എൻ്റെ ചിരിയെ, എൻ്റെ വസ്ത്രത്തെ, എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും എനിക്ക് എന്നുള്ളതല്ല, എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഉറച്ചു നിൽക്കും. അതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതായത് ഇപ്പോഴും കുറേ ആളുകൾ സൈബർ രംഗത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അതിജീവിതകൾ വിവാഹം കഴിഞ്ഞവരാണ്, അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുവാണ്. അതായത് സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂ അല്ല ഇവിടെ. ഒരു ജനപ്രതിനിധിക്ക് ഒരു ധാർമ്മികത വേണ്ടേ? പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. എങ്ങനെയോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്തിലേക്ക് ഇത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കരുതുന്നത് ഇത് ദൈവത്തിന്റെ ഗൂഢാലോചന ആയിരിക്കാം എന്നാണ്. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളല്ല. കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളതാണ്. അല്ല, ഇത് പെൺകുട്ടികളുടെ കരച്ചിലാണ്, അവരുടെ രോദനമാണ്. കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷേട്ടൻ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടണം. എന്നാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഈ സമൂഹത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ഭയന്ന് വീട്ടിലിരിക്കുമ്പോൾ അത് സാധിക്കില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇനിയും സ്ത്രീകൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിജീവിതകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. അവർ കം ഫോർവേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ്.